യുഗമെന്നോ ശൂന്യാകാശ യുഗമെന്നോ ഒക്കെ നമ്മൾ ഈ കാലത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ആധുനികതയുടെ സകല പരിവേഷങ്ങളും അനുഭവിച്ചാണ് നാം ജീവിക്കുന്നതെങ്കിലും മനസ്സ് എപ്പോഴും അസ്വസ്ഥമാണ്. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും എപ്പോഴും നമ്മിൽ അസ്വസ്ഥത ഉണർത്തുന്നു. സത്യം പറഞ്ഞാൽ ഈ അസ്വസ്ഥതകൾക്കുള്ള ചില ഒറ്റമൂലികളാണ് ഡോക്ടർ ജോർജ് പടനിലം തൻ്റെ ബ്ലോഗ് എഴുത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് വച്ചു നീട്ടുന്നത്. ഡോക്ടർ, ഭ്രാന്തൻ ചിന്താസരണി എന്ന അങ്ങയുടെ ആ ഒരു ബ്ലോഗിനെ കുറിച്ച്, അതിലെ ആശയങ്ങളെക്കുറിച്ച് 2-3 എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമ്മളത് തുടരുകയാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ആ യജമാന അടിമ ബന്ധത്തെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ ഡോക്ടർ അതിനകത്ത് പറയുന്നുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്: ഈ അടിമ യജമാനൻ്റെ മുന്നിലുള്ള ഈ ഒരു പരിശീലനം കുറേ വർഷങ്ങളായി തേടുകയാണ്. അതിനകത്തുനിന്ന് ആത്യന്തികമായി ഈ അടിമയ്ക്ക് എന്താണ് ലഭിക്കുന്നത്? ആത്യന്തികമായി ഈ അടിമ എന്താണ് നേടുന്നത് ഈ യജമാനൻ്റെ അടുത്തുള്ള ഈ പരിശീലനത്തിലൂടെ? ആ അടിമകളെ വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. കാരണം വെച്ചാൽ ഈ അടിമകളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചിന്ത ഇതാണ്: എന്താണ് ഞാൻ സാധിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്? ഓരോ പ്രാവശ്യവും കോമ്പറ്റീഷന് പോകുമ്പോഴത്തേക്ക്, ഓരോ പ്രാവശ്യവും മറ്റൊരാളെ മോശക്കാരനാക്കി കാണിക്കുമ്പം ഞാൻ ഇച്ചിരി കേമനായി എന്നുള്ള ഒരു കുറച്ച് സമയത്തേക്കുള്ള ഒരു നല്ല ഒരു വികാരം, അതായത് ആ ഒരു ചിന്ത അതിൽ കവിഞ്ഞ് വേറെ യാതൊന്നും സാധിക്കുന്നില്ല. ആത്യന്തികമായിട്ട് ആനയുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും യജമാനനെ പ്രീതിപ്പെടുത്തി വഴക്കൊന്നും കൂടാതെ കണ്ട് വനത്തിലേക്ക് തിരിച്ചുപോയി സ്വതന്ത്രനായിട്ട് ജീവിക്കണം, ആ സ്വർഗത്തിലേക്ക് വീണ്ടും പോകണമെന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ അതിനെ സംതൃപ്തനാക്കത്തുള്ളൂ. പക്ഷേ ഓരോ പ്രാവശ്യവും ഓരോ മത്സരവും കഴിയുമ്പോൾ യജമാനനോ അല്ലെങ്കിൽ പരിചാരകരോ പറയുന്നത് അടുത്ത മത്സരം കഴിയുമ്പോഴത്തേക്ക് നിനക്ക് സ്വർഗത്തിൽ പോകാം, അടുത്ത മത്സരം കഴിയുമ്പോഴത്തേക്ക് നീ എല്ലാം നേടും, അതോടുകൂടി നീ പരിപൂർണനാകും, പിന്നെ നിനക്കൊന്നും പേടിക്കാനില്ല, സന്തോഷം അടുത്ത ജംഗ്ഷനിലാണ് എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഇതിനെ ആകപ്പാടെ ഭഗ്നാശനാക്കുന്നതല്ലാതെ കണ്ട് അതിനൊരു പ്രോത്സാഹനം നൽകുന്നില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് കുറച്ച് ഈ പാരിതോഷികങ്ങളൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഉടനെ യജമാനെങ്കിൽ ഇവർക്ക് ഉപയോഗിക്കാവുന്നതിൽ കൂടുതൽ സാധനങ്ങൾ പാരിതോഷികങ്ങളായിട്ടും അല്ലെങ്കിൽ കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ യജമാനും കൂട്ടരും കൂടി ഒരു ചെയ്തു. അത് സമ്പാദിച്ചു വെക്കാനായിട്ട് സ്ഥാപനങ്ങളുണ്ടാക്കി. ആ സ്ഥാപനങ്ങളുണ്ടാക്കി അവർക്ക് ആവശ്യത്തിൽ കൂടുതലുള്ളത് അവിടെ നിക്ഷേപിക്കാം, അത് കൂടുതൽ നിക്ഷേപകർക്കായിട്ട് പങ്കുവെച്ച് കൊടുക്കാം, കൂടുതൽ നിക്ഷേപം അതിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാം. അങ്ങനെ അവരുടെ ആസ്തി വർദ്ധിപ്പിക്കത്തക്ക രീതിയിൽ ബാങ്കുകൾ പോലത്തെ സെറ്റപ്പ് അവരുണ്ടാക്കി. ആ ബാങ്കുകൾക്ക് പലയിടത്തും ബ്രാഞ്ചുകളായി. അങ്ങനെ രാജ്യത്ത് മുഴുവൻ ഈ ആനകൾക്ക് അവരുടെ നേട്ടങ്ങൾ പങ്കുവയ്ക്കാനും യഥേഷ്ട ഉപയോഗിക്കാനുമുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ ഇതൊക്കെ ചെയ്തെങ്കിൽ തന്നെയും ഇവർക്ക് സ്വാതന്ത്ര്യവും സന്തോഷവും കിട്ടാനുള്ള ആ വ്യാമോഹം ഒരിക്കലും കെട്ടടങ്ങുന്നില്ല. എത്ര പേരെ തോൽപ്പിച്ചെന്ന് പറഞ്ഞാലും അടുത്ത പ്രാവശ്യം വീണ്ടും തോറ്റു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ റെക്കോർഡ് ഭേദിക്കപ്പെടുകയാണെങ്കിൽ അവർ വീണ്ടും പഴയ രീതിയിൽ തന്നെ ആകുമെന്നുള്ള ഭയമാണ് ഇവർക്ക് ഉള്ളത്. പിന്നെ തോറ്റവർക്ക് ഇത് കൊണ്ടൊരു രക്ഷയില്ല, ഇനി എന്നാ ചെയ്താലും നമ്മൾ രക്ഷപ്പെടത്തില്ലെന്നുള്ള ചിന്ത. അങ്ങനെ എല്ലാവർക്കും നിരാശയിൽ കഴിയുമ്പോൾ ആണ് പതുക്കെ ആൾക്കാരെ ഇത് പരിചാരകരോടും ഈ പരിശീലകരോടെ കൂടുതൽ പരാതികൾ പറയാൻ തുടങ്ങി. അത് ക്രമേണ കൂടുതൽ ഒച്ചത്തിലായപ്പോഴത്തേക്ക് ഇവർക്ക് എങ്ങനെയെങ്കിലും വനത്തിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള ആകാംക്ഷ കൂടി വരുന്നു എന്ന് പരിചാരകന്മാർ യജമാനനെ അറിയിച്ചുവെന്ന് അവർ അവകാശപ്പെട്ടു. പക്ഷേ ഇവർ ചെയ്ത തെറ്റ് അത്ര ഭീകരമായതുകൊണ്ട് ഈ ജന്മത്തിൽ യജമാനത് ക്ഷമിക്കാൻ സാധിക്കുകയില്ല എന്ന് തീർത്തു പറഞ്ഞു. യജമാനൻ പറഞ്ഞു എന്ന് ഇവരെ ബോധിപ്പിക്കുകയാണ്. ഇവർ കൂടുതൽ ബഹളം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ യജമാനൻ ഈ പരിചാരകരെയും ഈ പ്രജകളെയും എല്ലാം ഒന്നിച്ച് ഇടിത്തിയോ
പഞ്ഞമോ പടമോ വസന്തയോ എന്തൊക്കെയും അയച്ച് എല്ലാത്തിനെയും നശിപ്പിക്കുമെന്ന് ഇവർ ഭീഷണിപ്പെടുത്തി. പക്ഷേ ഇത് പല പ്രാവശ്യം കേട്ട് ഇവരൊക്കെ മടുത്തത് കാരണം അവർക്ക് ഇതിനകത്ത് വലിയ വിശ്വാസമൊന്നും ഇല്ലാതായി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനം ഈ പരിചാരകന്മാർ പറഞ്ഞു, ഞങ്ങളെ അവസാനം യജമാനുമായിട്ട് ഒരു ചർച്ച നടത്തി അതിൻ്റെ ഫലമായിട്ട് യജമാനൻ നിങ്ങൾക്ക് കാലാന്തരത്തിൽ ഒരു രക്ഷകനെ അയച്ചു തരും, ആ രക്ഷകൻ നിങ്ങളെ വനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മാർഗം കാണിച്ചു തരും എന്നിങ്ങനെ പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തി. അപ്പോൾ ആൾക്കാരിങ്ങനെ രക്ഷകനെ നോക്കി ഇങ്ങനെ കഴിയുകയാണ്. അപ്പം ഈ ഏതെങ്കിലും രീതിയിൽ ഇവരെ ഇതുണ്ട് സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള സംഗതികൾ വളരെയധികം സങ്കീർണമാക്കി കാണിച്ചുകൊണ്ട് അതാണ് പാണ്ഡിത്യത്തിൻ്റെ ലക്ഷണമെന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇവരെ ആകെപ്പാടെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് കുറേ ടീച്ചേഴ്സിനെയും അയൽക്കൂട്ടത്തിൽ ഇവർ വിട്ടു. അപ്പം ഓരോന്നിനും ഓരോ സാങ്കേതിക പദങ്ങളും ഓരോ സാങ്കേതിക ആശയങ്ങളും വലിയ വലിയ അഭിപ്രായങ്ങളും ഒക്കെ വരുത്തി ഇവിടെ ഈ പഠിച്ചോ ഇത് ഈ കൂടുതൽ വിദ്യാഭ്യാസത്തിലേക്ക് പോയിരുന്ന അവരുടെ മനസ്സിനെ തന്നെ കൂടുതൽ ചിന്താക്കുഴപ്പത്തിലാക്കി അങ്ങനെ കൺഫ്യൂഷൻ കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇത് ഈ യജമാനൻ്റെ ഈ പാഠ്യപദ്ധതിയുടെ അവസാനം. ഒരു കാര്യം മാത്രം, പാഠ്യപദ്ധതിയുടെ പ്രധാന ഉദ്ദേശം അവരൊരിക്കലും ചിന്തിക്കരുത് അവരാനയാണെന്ന്, ഒരിക്കലും ചിന്തിക്കരുത് ആനയാണെന്ന് ചിന്തിക്കരുതെന്ന് മാത്രമല്ല യജമാനനാണ് അവരുടെ ഏക രക്ഷകൻ എന്നവരെ വിശ്വസിക്കണം. ആ വിശ്വാസം ഉറപ്പിക്കുവാൻ വേണ്ടി ശില്പശാലകളും അതും എല്ലാം ഇങ്ങനെ യജമാനൻ നടത്തിക്കൊണ്ടിരുന്നു. ഇങ്ങനെ തുടർന്ന് പക്ഷേ ആളുകൾ വീണ്ടും രക്ഷകൻ വരുമെന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ ഇങ്ങനെ കഴിയുകയാണ്. അത് അടുത്ത് രക്ഷകൻ വന്നിട്ട് എന്താണ് സംഭവിച്ചു എന്നുള്ളത് നമുക്കിനിയും അടുത്ത ഇതിൽ നിന്ന് ഈ ഭ്രാന്തൻ ചിന്താസരണിയെ മാറ്റാനായിട്ട് പ്രയാസമാണ്. പക്ഷേ അതിനെ അതിജീവിക്കാൻ സാധിക്കും, അതിന് അതീതമായിട്ട് പോകാൻ സാധിക്കും. ഈ തെറ്റിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതിനെ അവഗണിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് പോയി രക്ഷ പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണെന്ന് രക്ഷകൻ കാണിച്ചു കൊടുത്തു. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ചർച്ച. നമ്മുടെ സമൂഹത്തിൽ പരമ്പരാഗതമായി നിലനിന്ന ചില തെറ്റായ ധാരണകളെ തിരുത്തി എഴുതാനാണ് ഡോക്ടർ തൻ്റെ എഴുത്തിലൂടെ ശ്രമിക്കുന്നത്. ഭ്രാന്തൻ ചിന്താസരണി എന്ന ആ ഒരാശയത്തിലൂടെ അദ്ദേഹം ധ്വനിപ്പിക്കുവാൻ ശ്രമിച്ചതും ഇതുതന്നെയാണ്, തെറ്റിനെതിരെ പോരാടുക. ഈ ഒരു തെറ്റായ ധാരണകളെ അതിജീവിച്ച് നന്മയുടെ പക്ഷം ചേർന്ന് നാം ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായും വിജയം നമ്മുടേതായിരിക്കും ആത്യന്തികമായി എന്ന് ഡോക്ടർ ഉദ്ബോധിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഈ ഒരു ആശയമാണ് നാം ചർച്ച ചെയ്യുന്നത്.